ഇറ്റലിയിലെ നേപ്പിൾസ് നഗരത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജൻവരിയസിന്റെ രക്തം ദ്രാവക രൂപത്തിലാകുന്ന അത്ഭുതം വീണ്ടും സംഭവിച്ചു. ഡിസംബർ 16-ന് റോയൽ ചാപ്പൽ ഓഫ് ദി ട്രഷർ ഓഫ് സെന്റ് ജൻവാരിയോസ് ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷമാണ് അത്ഭുതം നടന്നതായി നേപ്പിൾസ് അതിരൂപത പ്രഖ്യാപിച്ചത്. പ്രാദേശിക സമയം രാവിലെ 9:13 തന്നെ തിരുശേഷിപ്പിലെ രക്തം ഭാഗികമായി ദ്രാവകാവസ്ഥയിലായി എന്നും 10:05 പൂർണ്ണമായും ദ്രാവകത്തിലേക്ക് മാറിയതായും റോയൽ ചാപ്പൽ ഓഫ് ദി ട്രഷർ ഓഫ് സെന്റ് ജൻവാരിയോസ് മോൺസിഞ്ഞോർ വിൻസെന്റോ ഡി ഗ്രിഗോറിയോ അറിയിച്ചു. തുടർന്ന് അത്ഭുതം ദർശിക്കുന്നതിനായി തിരുശേഷിപ്പ് പ്രദക്ഷിണമായി ചാപ്പലിലേക്ക് കൊണ്ടുപോയി. വർഷത്തിൽ 3 തവണയാണ് ഈ അത്ഭുതം സാധാരണയായി നടക്കാറ്. വിശുദ്ധന്റെ രക്തസാക്ഷിത്വ ദിനമായ സെപ്റ്റംബർ 19 തിരുശേഷിപ്പുകൾ നേപ്പിൾസിലേക്ക് മാറ്റിയതിന്റെ ഓർമ്മയ്ക്കായുള്ള മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ചയും, കൂടാതെ 1631 വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്ന് നഗരത്തെ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായുള്ള ഡിസംബർ 16 മറ്റു ദിവസങ്ങൾ. പരമ്പരാഗതമായി ഈ അത്ഭുതം സംഭവിക്കുന്നത് നഗരത്തിന് ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്നു. ഈ അത്ഭുതം സംഭവിക്കാതെ വരുമ്പോൾ അത് ദുശകുനമായി ഭവിക്കുമെന്നും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്നും വിശ്വാസികൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ഈ തിരുശേഷിപ്പിലെ രക്തം ദ്രാവകാവസ്ഥയിൽ ആകുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല. പകരം നമ്മുടെ തെരുവുകളിലും ലോകത്തും അശരണരുടെയും പാർശ്വവൽക്കപ്പെട്ടവരുടെയും നിരപരാധികളുടെയും രക്തം ഒഴുകുന്നുണ്ടോ എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊമിനിക്കോ ബട്ടാഗ്ലിയ കൂട്ടിച്ചേർത്തു.